ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ അടിപൊളി പഴംപൊരി. നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടുന്നതിനേക്കാളും ടേസ്റ്റിയും ക്രിസ്പിയുമായ പഴംപൊരി ഇത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന വിഭവം പഴംപൊരിയാണ്. എളുപ്പത്തിൽ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാം. ഇതിൽ സ്പെഷ്യൽ ചെറിയ ഒരു 2-3 പൊടിക്കൈകളുണ്ട്. നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നമ്മളിവിടെ 4 പഴം എടുത്തിട്ടുണ്ട്. മൈദ 1/2 കപ്പ് മതി ഇതിൽ നിന്ന്. പിന്നെ ഉപ്പ് ആവശ്യത്തിന്, പഞ്ചസാര ഒരു 3 ഞുള്ളോളം വേണം, സോഡാപ്പൊടി 2 ഞുള്ള്, പിന്നെ അരിപ്പൊടിയാണ് 2 സ്പൂൺ അരിപ്പൊടി. അരിപ്പൊടിയെന്ന് പറഞ്ഞാൽ നമുക്ക് ക്രിസ്പി ആയിട്ട് എടുക്കാൻ വേണ്ടിയാണ്. പിന്നെ ആവശ്യത്തിന് എണ്ണ. ഹലോ ഫ്രണ്ട്സ്, നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ആവശ്യമുള്ള പഴംപൊരിക്ക് ആവശ്യമുള്ള ബാറ്റർ റെഡിയാക്കാം. അതിന് ഞാൻ ഇവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദ നമുക്ക് ബൗളിലേക്ക് മാറ്റാം. മൈദയിലൂടെ നമുക്ക് ചെയ്യേണ്ടത് ഈ ക്രിസ്പി ആയിട്ടിരിക്കാനും ഒരു ചെറിയ ടിപ്പാണിത്. ഒരു 2 സ്പൂൺ ഫുൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. 2 2.5 അതായത് എത്ര ക്രിസ്പിനെസ് വേണോ അനുസരിച്ച്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ഞാനിവിടെ ഒരു 1/4 സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. സോഡാപ്പൊടി നമുക്കൊരു 2 പിഞ്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ പഞ്ചസാര ഞാനൊരു 1/2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം. നമുക്കിത് ചെറിയ സ്പൂണായതുകൊണ്ട് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഓക്കെ, നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. വെള്ളമൊഴിച്ച് നമുക്ക് നൈസായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഫുള്ള് വാട്ടറി ആയിട്ടിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു ഫ്ലോ ഏത് രീതിയിലാണ് വേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു ഗൈസ്, ഇതിപ്പോൾ ഏകദേശം ഒന്ന് ലംസൊന്നും ഇല്ലാതെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മഞ്ഞപ്പൊടിയോ കളറോ ചേർക്കാം. മഞ്ഞപ്പൊടിയാണ് റെക്കമെൻഡഡ് കളറ്. ഇത് കാണാനൊരു ഇതിനു വേണ്ടിയാണ്. ആവശ്യമുള്ളവർക്ക് ചേർക്കാം. ഒരു 3 ഡ്രോപ്പ് കളർ അടിച്ചു കൊടുത്തു നമുക്കിതൊന്ന് ഇളക്കി എടുക്കാം. പിന്നെ ഗൈസ്, നമുക്ക് പഞ്ചസാര ഇച്ചിരി മധുരം മാവിന് വരുന്നതാണ് നല്ലത്. കണ്ടില്ലേ, ഇപ്പം നമ്മുടെ ഇത് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. ഓക്കെ, നമുക്കിത് കൂടുതൽ തിന്നോ തിക്കോ ആവാൻ പാടില്ല. ഇതിലാണ് കറക്റ്റായിട്ട് കിട്ടുക. അതിപ്പം നമ്മൾ 2 പഴത്തിൻ്റെയാണ് ഇന്ന് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ 1 കപ്പ് മാവ് എടുത്തേക്കുന്നത്. ഒരു 4 പഴമൊക്കെ വരുമ്പോൾ 1.5 കപ്പ് മാവും. ഷുഗറിൻ്റെ അളവിൽ ഇച്ചിരി വ്യത്യാസം വരുത്താം. ഒരു 2 സ്പൂൺ ഷുഗർ ഇട്ടാലും കുഴപ്പമില്ല. ലേശം സ്വീറ്റ്നെസ് മാവിനുള്ളതിൻ്റെ അത്രയും നമ്മുടെ പഴംപൊരി സൂപ്പറായി വരും. ഓക്കെ ഗൈസ്, നമുക്കിത് ചെയ്ത് നോക്കാം. ഗൈസ്, നമ്മുടെ ഈ ബാറ്റർ ഒരു 10-20 മിനിറ്റിലേക്ക് സെറ്റ് ചെയ്യാനൊന്ന് വെക്കുകയാണെങ്കിൽ അത് നല്ലതായിട്ടൊന്ന് ഓഫായി വരും. അതുകൊണ്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കെടുത്ത് കുക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് പഴംപൊരിക്ക് വേണ്ട രീതിയിൽ പഴം മുറിച്ചെടുക്കാം. ഓക്കെ ഗൈസ്, നമുക്കിങ്ങനെ മുറിച്ചെടുക്കാം. ഈ 2 സൈഡും ആവശ്യമില്ല തട്ടിക്കളയാം. എന്നിട്ട് ഇങ്ങനെ തന്നെ എളുപ്പപ്പണിയാണ്. ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള കട്ടിക്ക് അരിഞ്ഞെടുക്കാം. ഒരു പീസ് ഇതേപോലെ തന്നെ നമ്മുടെ പഴം എളുപ്പത്തിൽ മുറിച്ചെടുത്തു. ഇങ്ങനെ സൈഡിലേക്കാക്കി നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒരു 10-15 മിനിറ്റായി എടുത്ത് വെച്ചിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പഴം ഇതിൽ മുക്കിയിട്ട് നമുക്ക് പൊരിക്കാം. ആദ്യം നമ്മളൊരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെയാണ്. ഇതിലേക്ക് ഓയിൽ, ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. നമുക്ക് വെളിച്ചെണ്ണയാണ് ബെസ്റ്റ്. വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നമുക്ക് എണ്ണയൊന്ന് ഹീറ്റാവുന്നതിന് മുന്നേ വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മുടെ പാൻ ഹീറ്റായിട്ടുണ്ട്. നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കും. ഓക്കെ, നമ്മുടെ എണ്ണ ഹീറ്റായിട്ടുണ്ട്. നമുക്ക് ഈ പഴം എടുത്ത് ഈ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് വെക്കാം. നമുക്ക് ആദ്യം 3 വെച്ച് വറുത്തെടുക്കാം. നമുക്ക് ആദ്യം പഴം എടുത്ത് ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് വെക്കാം. ഐസായിട്ട് ഡിപ്പ് ചെയ്ത് വെക്കാം. ഓക്കെ, നല്ലതായിട്ട് ഡിപ്പ് ചെയ്ത് വെക്കാം. ഹീറ്റായി കഴിയുമ്പോൾ ഇത് മുക്കിയിട്ട് അതിലിട്ട് കൊടുക്കാം.
ഓക്കെ ഗൈസ്, നമ്മുടെ എണ്ണ ഹീറ്റായിട്ടുണ്ട്. നമുക്ക് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം എടുത്ത് എണ്ണയിലേക്ക് ഇടാം. നൈസായിട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ടു. ഗൈസ്, നമ്മുടെ പഴംപൊരി ഏകദേശം റെഡിയായി. ഒരു ഗോൾഡൻ ബ്രൗൺ ആയി. നമുക്കിത് തിരിച്ചും മറിച്ചിട്ട് ഇതാക്കിയിട്ട് നമുക്ക് സർവിങ് പ്ലേറ്റിലേക്ക് എണ്ണ ഡ്രൈൻ ഔട്ട് ആവാൻ വേണ്ടി എടുത്തു. ഓക്കെ ഗൈസ്, നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരി നമ്മുടെ ടിഷ്യൂ പേപ്പർ ഇട്ട ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം, എണ്ണ ഡ്രൈൻ ആവാൻ വേണ്ടി. ഓക്കെ ഗൈസ്, നമുക്ക് ബാക്കിയിരിക്കുന്ന പഴംപൊരിയും കൂടെ ഇതിൽ മുക്കി പൊരിച്ചിടാം. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ സ്വാദേറിയ പഴംപൊരി റെഡിയായി. നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടുന്നതിനേക്കാളും സ്വാദേറിയ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ. ഈ റെസിപ്പി ട്രൈ ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് മീ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.